ജനറേറ്റീവ് AI കോൺക്ലേവിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് മന്ത്രി പി രാജീവ് മീഡിയ വണ്ണിനോട്. കേരളത്തെ AI ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഇന്ന് വിശദമായ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ തന്നെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടക്കുന്നതിൻ്റെ അഭിമാന നിമിഷത്തിലാണ് കേരളം ഒന്നാകെയുള്ളത്. അതിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രി പി രാജീവ് തന്നെയാണ് നമ്മോടൊപ്പമുള്ളത്. ഈ ആദ്യ ദിവസത്തെ സെഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ്? വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. പങ്കെടുത്ത വിദേശത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്രയും മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന് കേരളത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് AI പല മേഖലകളിലായി ഉപയോഗിക്കുന്ന സവിശേഷ വ്യക്തിത്വങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോളിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ സ്പേസിലേക്കുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്, ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, സർവീസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ, അങ്ങനെ AI ഉപയോഗിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ റിസർച്ചേഴ്സ്, ഡെവലപ്പേഴ്സ്, ഇന്നോവേറ്റേഴ്സ് തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംവിധാനമാണ് നമ്മുടെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുക വഴി കേരളം യഥാർത്ഥത്തിൽ ഈ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ ഒപ്പമോ അതിന് മുൻപോ നടക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ആദ്യത്തെ ദിവസത്തെ ഈ അനുഭവം പകർന്നു നൽകുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത്, വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വരുന്നുണ്ട്. നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ കോൺക്ലേവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ആലോചിക്കുന്നത്? നമ്മൾ കോൺക്ലേവിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ AI സിലബസ് കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റികളുടെ സിലബസുകൾ മാറ്റം വരുത്തുകയുണ്ടായി, ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് കൊണ്ടുവന്നു, നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു, IT ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായ പാർക്കുകൾ കൊണ്ടുവന്നു, IBMൻ്റെ തന്നെ അവരുടെ തന്നെ പ്രഖ്യാപനം AI ഹബ്ബാക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി പൊതുവായ ഡിക്ലറേഷനുകൾ നാളത്തെ വൈകുന്നേരത്തോടു കൂടി നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു, അതായത് പലരുടെയും ഒരു ആശങ്ക AI വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ്. ആശങ്കയ്ക്ക് മറുപടി താങ്കൾ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. എന്താണ് ശരിക്കും ആ ആശങ്കക്കാരോടെന്നാണ് പറയുന്നത്? ഇത്തരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ആര് ഇതിൽ മുന്നേറും, AI ആണോ, മനുഷ്യനാണോ, ഹ്യൂമൻ AI ആണോ എന്ന് പറയാൻ കഴിയില്ല. അത് കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഉള്ള സാധ്യത നമ്മൾ കാഴ്ചക്കാരായി നിന്നാൽ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് ജോബുകളെല്ലാം ഡിസ്പ്ലേസ് ചെയ്തു പോകും. അപ്പം നമ്മളിപ്പോഴും എക്യുപ്ഡായി കഴിഞ്ഞാൽ പുതിയ നിലവിലുള്ളത് ഉപയോഗപ്പെടുത്തി മെച്ചപ്പെടുത്താൻ കഴിയുന്ന മാത്രമല്ല പുതിയ സാധ്യതകൾ നൽകും. നമുക്ക് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവായിട്ട് ജോബ് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയും. അതിന് ഏറ്റവും പൊട്ടൻഷ്യൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ അധിക സ്ഥലത്തില്ലാത്ത രൂപത്തിൽ കേരളത്തിലുണ്ട്. അത് നമ്മുടെ മാനവ വിഭവശേഷിയാണ്. ഇത്തരം ടൂളുകളെല്ലാം അതിവേഗത്തിൽ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനൊക്കെ കഴിയുന്ന ഒരു നൈപുണി കേരളത്തിലെ ചെറുപ്പത്തിനുണ്ട്. അത് നന്നായി ഉപയോഗിച്ചാൽ നമുക്ക് ലോകത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വൈജ്ഞാനിക വ്യവസായങ്ങളുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഈ കോൺക്ലേവ് പകർന്നു നൽകുന്നു. അതാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. അതായത് ടെക്നോളജിയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളം ഇനി പോകരുത്. അതിന് ഏറ്റവും മുന്നിൽ നടക്കാനാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ കോൺക്ലേവ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്നാണ് മന്ത്രി പറയുന്നത്. ക്യാമറാമാൻ വിപി തടത്തിലിനൊപ്പം മുഹമ്മദ് നൗഫൽ, മീഡിയ വൺ, കൊച്ചി.